ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 6-ാം തീയതിയാണ്. ജൂലൈ 6-ാം തീയതിയിലത്തെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്ടൺ അന്ന് 6 മാസം തികയുന്ന ദിവസമായിരുന്നു. ഹാഫ് വേ ടു 1. അപ്പം ഞങ്ങളൊരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്തു. 6 മാസം സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ന്യൂട്ടന് ഞാനും കൂടി ഒരു പ്ലാൻ ഞങ്ങൾ ഇട്ടു. പെട്ടെന്ന് ഉച്ചയായപ്പോൾ ഒരു പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ കേക്ക് മുറിക്കാം, പായസം വയ്ക്കാം, കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ വിളിക്കാമെന്ന് കരുതി ഒരു ചെറിയ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു പായസം വെച്ചു, സേമിയോ പായസം. ഞാനല്ലാട്ടോ പായസം വെച്ചേ, വീട്ടിൽ അമ്മയെ സഹായിക്കാൻ വരുന്ന ചേച്ചിയാണ് വെച്ചേ. നല്ല പായസമായിരുന്നു കേട്ടോ. കുടിച്ചവരെല്ലാം നല്ല അഭിപ്രായ പായസത്തിന് പറഞ്ഞു. പിന്നെ ഒരു കേക്ക് മേടിച്ചു, ഹാഫ് കെ ജിയുടെ കേക്ക് മേടിച്ചത്. ഞങ്ങൾ വലിയ ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഫോണ്ടൻ്റ് കേക്ക് ഒന്നല്ലായിരുന്നു കേട്ടോ. ഋത്തുവിൻ്റെ ഹാഫ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫോണ്ടൻ്റ് കേക്കായിരുന്നു. അത് നേരത്തെ ഒരു പ്ലാൻ ചെയ്തു. ഇത് പക്ഷേ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നേരത്തെ ആരും വിളിച്ചും പറഞ്ഞില്ല. രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ആർക്കും പെട്ടെന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാധാരണ ഒരു കേക്ക് മേടിച്ചു. അതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 കോലുമിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ 2 വെറുതെ ഞാൻ കുത്തി വെച്ചതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങി. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ, കട്ട്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പായസം, പിന്നെ സ്ക്വാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. എല്ലാവരും കൂടി ചേർന്ന് കേക്ക് മുറിക്കുമ്പോൾ ക്ലാപ്പ് അടിക്കുന്നുണ്ട്. ന്യൂട്ടനും ചിരി വന്നിട്ടോ. എന്താ ഇങ്ങനത്തെയൊക്കെ ആചാരങ്ങളെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം. കണ്ട ചേട്ടൻ അനിയനോടുള്ള സ്നേഹം. കേക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് തൊട്ട് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആ കോലുമിഠായി എങ്ങനെ അടിച്ചു മാറ്റാമെന്നായിരിക്കും ആശാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. ഇത് ഞങ്ങളുടെ അമ്മയുടെ ചിറ്റയാണ്. തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. മുത്തശ്ശിന്നാണ് കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് മിഠായി കണ്ടതോടുകൂടി അത് ബുദ്ധിയായിട്ടൊക്കെ തിന്നു തീർക്കലായിരുന്നു. മഞ്ച്, ജംസ്, അതുപോലെ തന്നെ കോലുമിഠായി. അവർക്ക് സ്നാക്സ് ഒന്നും വേണ്ടായിരുന്നു. കട്ട്ലേറ്റോ പായസമോ ഒന്നും ഒതുങ്ങൾക്ക് വേണ്ട. ഈ മിഠായിയുടെ പുറകെ തന്നെയായിരുന്നു. ഏട്ടന് ഒരു കാര്യം ഉണ്ടായില്ല ഈ മിഠായിയൊക്കെ മേടിക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഏട്ടൻ മേടിച്ചത് എനിക്ക് തന്നെ വിനയെന്ന് പറയാമല്ലോ. ഒരുപാട് മിഠായി ഋത്തൂട്ടം വയറ്റിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും അച്ഛനും അമ്മയും ഒരുപാട് മിഠായി വാങ്ങിക്കൊടുത്തിട്ടല്ലേ കൊച്ചിൻ്റെ പല്ല് മുഴുവൻ പോയെന്ന്. അല്ലാട്ടോ, അതെല്ലാം നൈറ്റ് ഫീഡിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. കേക്ക് കട്ടിങ്ങിന് ശേഷം സമൂസയും കട്ട്ലേറ്റും പായസവും എല്ലാവർക്കും കൊടുത്തു. നല്ല അടിപൊളി പായസമായിരുന്നു. ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, പാകത്തിന് മധുരം ഉണ്ടായുള്ളൂ. അതുപോലെ കട്ട്ലേറ്റിനേക്കാളും നല്ലത് സമൂസയായിരുന്നു. സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.